കൊച്ചി മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്കും UDF-നുമിടയിൽ തർക്കങ്ങളില്ലെന്ന് UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. സഭ UDF-നെതിരാണെന്നത് ഇടതുമുന്നണിയുടെ പ്രചാരണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണ കൊച്ചി മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും DCC അധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് ഷിയാസ് ചൂണ്ടിക്കാട്ടി. മുഹമ്മദ് ഷിയാസിന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾക്കിടയിലാണ് എങ്ങനെ പോകുന്നു മുന്നോട്ട്? ഞങ്ങള് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കൂടെ നിന്ന ഒരു ജനപ്രതിനിധിയാണ് കൊച്ചിക്കുണ്ടായത്. പക്ഷെ അടിസ്ഥാനപരമായി പശ്ചിമ കൊച്ചിയിലെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. ഞാനിപ്പോ തെക്കേ ചെല്ലാനത്ത് നിന്നാണ് ആരംഭിച്ചത്. 3 ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ട്. അപ്പോൾ ദിവസങ്ങളോളം കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നില്ല. PHSC സെന്ററുകൾ വർക്ക് ചെയ്യുന്നില്ല. PHSC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ആശുപത്രികൾ മട്ടാഞ്ചേരിയിലെയും കരുവേലിപ്പടിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ആശുപത്രികൾ അവിടെ ഒന്നും പോയാൽ മതിയായ ചികിത്സയൊന്നും ലഭിക്കുന്നില്ല. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കയുണ്ട്. ഭൂമി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്ക. ഉയർന്ന റോഡ് 1.5 മീറ്ററിലധികം ആണ് റോഡിന്റെ പൊക്കം വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ആ ടൂറിസം വരുമാന മാർഗം ഇന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോർട്ട് കൊച്ചി ബീച്ചില്ല. അവിടെ ചിനവലകളെല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു ബാത്റൂം പോലും വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ ബാത്റൂമില്ല. അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നശിച്ച് ഇരിക്കുകയാണ്.